ഹലോ. അച്ഛാ, ഗേറ്റ് തുറന്നോ? ഇല്ല മോളെ. എന്താ അച്ഛാ ഇത്? ഇന്നലെ ഗേറ്റ് തുറക്കാൻ താമസിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ചേച്ചി അങ്ങ് പോയി. അച്ഛന് സമയത്ത് വല്ലതും കഴിക്കണ്ടേ? ഞാൻ തുറക്കാം മോളെ, നീ വെച്ചോ. ഓക്കെ. നിങ്ങൾ ഒരു യാത്ര പോകുന്ന പോലെയാണ് ഭൂമിയിലേക്ക് വന്നത്. ആ യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് പോലെയാണ് നിങ്ങളുടെ മരണം. നിങ്ങൾ യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്ന് കിടന്നുറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോകാൻ വേണ്ടി ആ ബസ്സിൽ കയറി പോകുന്ന പോലെയാണ് ഇവിടെ ജീവിക്കുന്നത് ഭൂരിപക്ഷം പേരും. ജനിച്ച നാട്ടിൽ തന്നെ അവൻ ഈ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച് എന്തിനോ വേണ്ടി ജോലി ചെയ്ത് ആർക്കോ വേണ്ടി പണിയെടുത്ത് മരണത്തിന്റെ ബസ് വരുമ്പോൾ അത് കയറി തിരിച്ചു പോകുന്നു, പുറപ്പെട്ടടത്തേക്ക് തന്നെ മടങ്ങുന്നു. അയ്യേ അട്ട. പണിയെടുത്ത് മരണത്തിന്റെ ബസ് വരുമ്പോൾ അത് കയറി തിരിച്ചു പോകുന്നു, പുറപ്പെട്ടടത്തേക്ക് തന്നെ മടങ്ങുന്നു. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ചെന്നിറങ്ങിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് ഇറങ്ങി നടക്കുക, കാണുക, അവിടുത്തെ ജീവിതത്തെ അനുഭവിക്കുക, അവിടുത്തെ രുചികളെ ആസ്വദിക്കുക, അവിടുത്തെ കാഴ്ചകളും സുഗന്ധങ്ങളും പരമാവധി വലിച്ചെടുക്കുക, അതിനെ മനസ്സിൽ നടക്കുക. ഈ പ്രപഞ്ചം എത്ര അത്ഭുതം നിറഞ്ഞതാണെന്നും എന്നെ ഇങ്ങോട്ട് അയച്ച സൃഷ്ടാവ് എത്ര ഗംഭീരമായിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്നും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും തിരിച്ച് മടക്കയാത്രയിൽ അങ്ങ് ചെല്ലുക. ഇതാണ് തുപ്പൽ മുട്ടായി. തുപ്പൽ മുട്ടായി എന്ന് വെച്ചാ തുപ്പല് കൊണ്ടുണ്ടാക്കുന്ന മുട്ടായി. നീ അല്ലേലും പുളു പഠിക്കുന്ന ടീമാ. പോടാ. ഇന്നലെ ഉണ്ടല്ലോ ആര്യയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് കുറെ മുട്ടായി കൊണ്ടുവന്നു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നീ എനിക്കൊന്നില്ലല്ലോടാ. അത് കുറച്ചേ കൊണ്ടുവന്നുള്ളടാ. എന്റെ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. അച്ഛൻ അത് തിന്നു തീർത്ത്. ഇന്ന് ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. എടാ നാളെ സിന്ധു ടീച്ചറിന്റെ ടെസ്റ്റ് പേപ്പറിന് മാർക്ക് കുറഞ്ഞാലേ നമുക്ക് പറയാലോ ഇന്ന് ഒരാശുപത്രി കേസ് ഉണ്ടായിരുന്നു എന്ന്. പഠിക്കാൻ സമയം കിട്ടിയില്ല. അത് നിന്റെ കാര്യം. ഞാനോ? ബാ, നീയും പറയണം നിനക്കും ആശുപത്രി പോണമായിരുന്നെന്ന്. നിന്റെ മാമന് വയ്യാതെ ഇടയ്ക്കാണ്, നീയാണ് കൂടെ നിന്നത്. എന്തുവാടേ ലോജിക്ക് പറഞ്ഞ ഐഡിയകളാ നിന്റേത്. വായും പൊളിച്ച് നിൽക്കാതെ വാടേ. ഗൗതമേ, അപ്പൊ നമ്മൾ എങ്ങോട്ട് പോന്ന്? എടാ മൃദുലേ, നീയല്ലേ പറഞ്ഞത് ക്ലാസ്സിൽ കയറണ്ടെന്ന്? നീ തന്നെ പറഞ്ഞ നമ്മൾ അങ്ങോട്ട് പോണോന്ന്. വാ, ഒരടിപൊളി സ്ഥലമുണ്ട്. എടാ നല്ല സ്ഥലമാണോ? കിണ്ണം കാച്ചിയാണോ?
പിന്നെന്തുവാ സൂപ്പർ സ്ഥലവാ. അപ്പൊ നീ സ്ഥിരം പോവാറുണ്ടല്ലേ? എനിക്ക് നിന്നെ പേടിയുള്ളു. വീട്ടിൽ പോയെന്ന് പറഞ്ഞു കൊടുക്കല്ലേ ഇറക്കാം. ഞാനോ? ഈ കായൽ മുഴുവൻ വെള്ളമാണല്ലോടെ. പോയി പറഞ്ഞ നോക്കടാ. ഓടിയോ നിനായിട്ട് പിടിക്കും. ഞാനിന്ന് പിടിക്കണം. ആ തൊട്ടേ തൊട്ടേ പിടിയടാ 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 അപ്പോടാ. സാധനം ഉണ്ടല്ലോ. ആ ഗ്ലാസ് കൂടെ വെയ്യടേ. അതുകൂടെ അളവ് കറക്റ്റ് ആവണേ കേട്ടോ. എന്തോന്നടേ ഇത്? ഇന്ന് പടിഞ്ഞാറൻ മണിക്കുള്ള പിരിവ് പ്രയോജനമായിരുന്നു. കണക്ക് സെക്രട്ടറി കൊടുക്കുമ്പോൾ കുപ്പിയുടെ കണക്കൂടെ കുറയ്ക്കണം. കഴിഞ്ഞ പ്രാവശ്യം കുപ്പി അച്ചാറെന്നൊക്കെ കണക്കിൽ വെച്ചോനെ ഇവൻ. എനിക്ക് വെള്ളം കുറച്ച് മതി കേട്ടോ. വിട് വിട്, ഞാൻ ഒഴിച്ചോളാം. എന്തുകൂടെ വാ നമുക്ക് നോക്കാം. പോയി ഒന്നുകൂടെ എഴുതാം. ഒരു ചിപ്പിയാ വീട്ടിൽ കൊണ്ട് ഷോക്കസി കഴുകിട്ടോ ചെല്ല്. ശംഖ് അത് നമുക്ക് അല്ലാതെ മക്കളെ കണ്ണാടി വാല സാധനമുണ്ട് വേണോ? സാധനം എന്ത് സാധനം? നിക്കണേ പോലെ. സാധനം വേണോ? വേണോ പറയടാ. വേണോ? വേണോടാ മക്കളെ. ഇതൊന്നും മേടിച്ചോണ്ട് പോടാ.
ഇവിടെ ഒന്ന് പയറ്റി നോക്കാം. സാറേ, സാധനമുണ്ട് സാറേ. സൂപ്പർ സാധനം സാറേ. സാറേ ഒന്ന് നോക്ക് സാറേ. ഒരെണ്ണം എടുക്ക് സാറേ. മേലാൽ ഈ വഴി വരരുത് കേട്ടല്ലോ. സൂപ്പർ സാധനം സാറേ. വെറുതെ അങ്ങ് വായി വെച്ചാൽ മതി. സ്റ്റാമ്പ് അടിപൊളിയാ, കിക്കാവും. എടുക്കട്ടെ? വെറുതെ അങ്ങ് വായി വെച്ചാൽ സാറേ. വേറെ വല്ല പണി ചെയ്ത് ജീവിക്കടാ. ഓ ആ പിള്ളേര് കുറെ നേരമായി കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. എടാ മൃഗരെ ആരോ വിളിക്കുന്നടാ. വാടാ നോക്കാം. വാട പിള്ളേരെ നോട്ടിരി. ആമാർക്കൊരു ചെറുതൊഴി. അയ്യേ ഞങ്ങൾക്കെങ്ങും വേണ്ട. ഈ മാമന്മാരെല്ലാം കുടിയന്മാരാടാ. ഞാമന്മാരോ? ഇങ്ങോട്ട് ഇരിയടാ പിള്ളേരെ. വിട്ടോടാ. നിക്കടാ അവിടെ. അമ്മേ നില്ലടാ അവിടെ. കടിയിൽ നിന്നിട്ട് ഓടുന്നോടാ. നില്ലടാ അവിടെ. പിഴടാ പിഴടാ. പീടാ 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 വരെ ഓടാ. പീടാ 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 വരെ യാരിടാ വരെ പീടാ പീടാ ചവിട്ടാ വരെ ചവിട്ടിയിട്. അമ്മേ അയ്യോ അയ്യോ ഇരിക്കല്ലേ. ചവിട്ടൂല്ലേ? മധുര കിട്ടി. അമ്മേ അയ്യോ ഗൗതമേ എണീച്ചേ. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? സ്കൂളിൽ പോകേണ്ട സമയത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഒപ്പിക്കുന്നു. വീടില്ല രണ്ടിനെയും. ഇതിനുള്ള ശിക്ഷയുണ്ട്. വാ. ഒച്ചിട്ടുണ്ടോടാ പൊന്നു മോനെ. മോനെ ഇതൊന്ന് കെട്ടാൻ സഹായിക്കും. അയ്യോ അയ്യോ സാറേ, കുട്ടികളുടെയും മുതിർന്നവരുടെ ആരോഗ്യത്തിന് കശുവണ്ടിയിൽ നിന്നുണ്ടാക്കിയ നെയ്യാണ് സാർ. അല്ലല്ല, സാർ ഉദ്ദേശിക്കുന്ന ആളെയല്ല ഞാൻ. അല്ല, സത്യം.
അല്ല സാറേ അല്ല സാറേ സാർ ഉദ്ദേശിക്കുന്ന ആളെ അല്ല സാറേ സൂപ്പർ നെയ്യാ സാറേ ഒരെണ്ണം വാങ്ങും സാറേ അല്ലല്ല ഇടവനെ